ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ ഞാൻ നമ്മുടെ തക്കാളിക്കുട്ടനെ കാണിക്കുന്നത് കേട്ടോ. ഒരു തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കഥ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി നോക്കിയപ്പം പൂവൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഉണ്ടടാ ഒരു കുഞ്ഞനായിട്ട് വരുന്നുണ്ടേ. വളർന്നു വരുന്നേ ഉള്ളൂ, ചെറിയ കുഞ്ഞനാന്നേ. അപ്പോൾ ഒരാളെ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പയ്യെ പയ്യെ ആവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഈ ഒരാളെ കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായേ. ഒരു തക്കാളിയെങ്കിലും കണ്ടപ്പോഴത്തേന് ഈ കൊന്നത്തെങ്ങ് പോലെ നിൽക്കുന്ന ഈ തക്കാളിയിൽ എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട്, എന്നിട്ടും അതിലൊരെണ്ണം ഉണ്ടായിട്ടില്ല. കുറേ നാൾ മഴ എല്ലാ വ്ളോഗിലും ഞാൻ ഈ തക്കാളി കാണിക്കുമ്പോൾ പറയുന്നതാ, അന്നാ അടുപ്പിച്ച് കുറേ ദിവസം മഴയല്ലായിരുന്നോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഉണ്ടാവാത്തത്. ഇനിയിപ്പോൾ വെയിലാണല്ലോ, അപ്പോൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരിയാട്ടോ, മഴ മാറി വെയിലൊക്കെ വന്നപ്പോഴത്തേനും തക്കാളി ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി ഞാൻ. കുറേ നാളായില്ലേ ഇതിങ്ങനെ വളർന്ന് വളർന്ന് നിൽക്കുന്നതല്ലാതെ തക്കാളി ഉണ്ടാവുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂക്കാനായിട്ട് പോയി കേട്ടോ. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നീലുവും ചേട്ടായും ജോലിക്ക് പോയി. അപ്പം ഞാൻ ഈ തൂക്കുന്നത് ഉച്ചയ്ക്കാണ്. അരി അടുപ്പത്ത് ഇട്ടിട്ടാണ് ഞാൻ വന്ന് തൂക്കുന്നത്. അപ്പോൾ പെട്ടെന്നങ്ങ് തൂത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. വൈകിട്ട് തൂക്കാനായിട്ട് പറ്റിയില്ലെങ്കിലോ, ചിലപ്പോൾ ഞാൻ മടി പിടിച്ചങ്ങിരുന്ന് പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുറ്റമൊക്കെ തൂത്തിട്ടിട്ട് അങ്ങ് അകത്ത് കയറാമെന്നേ. അങ്ങനെ ഫ്രണ്ട് മാത്രമേ ഞാൻ തൂക്കുന്നുള്ളൂ, ബാക്കിലൊന്നും തൂക്കുന്നില്ല. ഫ്രണ്ട് മാത്രമേ തൂക്കുന്നുള്ളൂ. ബാക്കിൽ തക്കാളിയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവിടെ അധിക നേരം ഞാൻ അവിടെ നിൽക്കത്തില്ല. കാരണം കൈയും കാലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂവെല്ലാം പൊഴിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ പടന്നങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. കുറേ നാൾ കൊണ്ട് റോസാപ്പൂവിൻ്റെ റോസ് വാട്ടർ നേരത്തെ റെഡിയാക്കിയതൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പം ഞാൻ റോസാപ്പൂ വാങ്ങിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ബൊക്കെ കിട്ടി, റോസാപ്പൂവിൻ്റെ ബൊക്കെ. പ്രോഗ്രാം നമ്മുടെ കിഫ്ബിയുടെ 25ാം വാർഷിക അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നേ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിമി ടോമിയുടെ ഗാനമേള ഉണ്ടായിരുന്നു, അതൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് ഒരു ബൊക്കെ കിട്ടി. എനിക്കും കിട്ടി, എൻ്റെ ചേച്ചിക്കും കിട്ടിയേ. ഞങ്ങൾ രണ്ടുപേരും ഓരോ ബൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങ് പോരുന്നു. ചേട്ടൻ എടുത്തുകൊണ്ട് തന്നതാണേ. അപ്പം ഞാൻ ഓരോ ഇതളുകളായിട്ട് ഇറുത്തെടുത്തിട്ട് കുറച്ച് പണിയായിരുന്നു, ടാസ്ക് ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞാനത് എല്ലാം വേർതിരിച്ച് ഇതളുകളെല്ലാം വേർതിരിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഞാനിതാ ഈ ഇഡലിപ്പാത്രത്തിൽ വെച്ചിട്ടാണ് കഴുകുന്നത്. ആ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ റോസ് വാട്ടർ എടുക്കുന്നത്. ഇത്തിരി വലിയൊരു പാത്രം വേണം, പിന്നെ കുഴിഞ്ഞ ഒരു അടപ്പും വേണം. കാരണം നമുക്ക് ആ വെള്ളം നീരാവി വെള്ളം നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൻ്റെ അടപ്പാവുമ്പം നമുക്ക് ഇച്ചിരി ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗമാണല്ലോ, അപ്പോൾ വെള്ളം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ റോസാപ്പൂ എല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇഡലി പാത്രത്തിലോട്ട് ഇതുപോലൊരു തിരിക വെച്ച് കൊടുക്കും. തിരിക, വളയം അങ്ങനെയൊക്കെ പറയുന്നത്, അത് വെച്ച് കൊടുത്തിട്ട് പൂക്കൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ റോസാപ്പൂ എല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് നീരാവി വെള്ളം കിട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുവേ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഏത് പാത്രത്തിലാണ് നമുക്ക് നീരാവി വെള്ളം കിട്ടണ്ടേ, റോസ് വാട്ടർ വെള്ളം കിട്ടണ്ടേന്ന് വെച്ചാൽ ആ പാത്രം വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുവേ. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ തുടച്ചെടുത്ത പാത്രമാണേ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെ അടപ്പ്, ഇങ്ങനത്തെ അടപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് വെള്ളം കറക്റ്റായിട്ട് ആ ഒരു പാത്രത്തിൽ വീണ് കിട്ടും. അങ്ങനെ അത് വെച്ച് തീ കത്തിച്ചെടുക്കുക കേട്ടോ. ഞാൻ നല്ല തിളച്ച് വരുമ്പോൾ അത് കുറച്ചിട്ടിട്ട് നീരാവി വെള്ളം ആക്കാനായിട്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഐസ് കട്ടയൊക്കെ അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിലുള്ള ഐസൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളം റെഡിയാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു തണ്ണിമത്തങ്ങ കുറേ ദിവസമായിട്ട് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് എടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ ചേട്ടായി പറഞ്ഞു. ചേട്ടായി ജോലിക്ക് പോയിട്ട് വന്നു, ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് വന്നേ. അപ്പോഴും ഞാൻ ജ്യൂസ് അടിച്ചിട്ടില്ല, ഞാൻ ഈ റോസ് വാട്ടറിൻ്റെ പുറകേലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന്
അങ്ങ് ജ്യൂസ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ആദ്യമേ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് അടിച്ചടിച്ച് അങ്ങ് എടുത്താൽ മതിയല്ലോ, എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാനായിട്ട് പോവാട്ടോ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാട്ടോ. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. നമ്മുടെ റോസ് വാട്ടർ, മെയിനായിട്ടും റോസ് വാട്ടർ, പിന്നെ തക്കാളിക്കുട്ടനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങളെ. എല്ലാ വീഡിയോയിലും ഞാൻ തക്കാളി കാണിക്കുമല്ലോ, അപ്പോൾ അതിൽ ഒരു കുഞ്ഞു കുട്ടനായിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ട് വന്നതാട്ടോ. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അതെന്തായാലും മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബായ്.